അങ്ങനെ ഹീറോയിൻ കാരണം അവളെ നാണം കെടുത്തിയതിനാൽ മുറപ്പെണ്ണും അമ്മയും കൂടി ഒരു പ്ലാൻ ഇടുന്നു. അന്ന് രാത്രി ഹീറോയിനെ അവർ കടത്തിക്കൊണ്ട് പോവുകയാണ്. നീ എന്നെ വീണ്ടും വീണ്ടും അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്റെ മുഖം ഭംഗി കണ്ടല്ലേ അവൻ നിന്നെ വിവാഹം ചെയ്തെന്ന് പറയുമ്പോൾ ഹീറോയിൻ അവൾ പോലും നോക്കാതെ തൊട്ടടുത്തുണ്ടായ ഒരു ചില്ലെടുത്ത് അവൾ കാണാതെ അവളുടെ കൈ മുറിച്ചു. പക്ഷെ ഇതൊന്നും ആ മുറപ്പെണ്ണ് അറിയുന്നത് പോലുമില്ല. അവളുടെ മുഖം വികൃതമാക്കാൻ കത്തിയെടുത്ത് കുത്താനായി വന്നപ്പോൾ പെട്ടെന്നാകും ഹീറോയിൻ ഞാൻ ആരോടും പറയാത്ത ഒരു രഹസ്യമുണ്ട്. ഹീറോയ്ക്കും എനിക്ക് മാത്രം അറിയാവുന്നത്. ഇവിടെ ഹീറോ ആണെങ്കിൽ അവളെ വിളിച്ചിട്ടാണെങ്കിൽ കോള് പോകുന്നതുമില്ല. എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞ ഹീറോ വേഗം ഹീറോയിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് അസിസ്റ്റന്റ് ഏൽപ്പിച്ചു. എന്നാൽ അവളുടെ ലൊക്കേഷൻ കാണിക്കുന്നത് ഏതോ പഴയ വെയർ ഹൗസിൽ നിന്നാണ്. ഇത് കേട്ടതും ഹീറോയിൻ എന്തോ അപകടത്തിലാണെന്ന് അറിഞ്ഞ ഉടനെ ഹീറോ വേഗം പുറപ്പെട്ടു. ഇവിടെ ഹീറോയിനോട് എന്താണ് ആ രഹസ്യമെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിനും അടുത്ത് വന്നാൽ പറയാം. ഇവളും വന്നതും പെട്ടെന്ന് തന്നെ ഹീറോയിൻ ആ കെട്ടയച്ച് അവളെ ഇടിച്ചു വീഴ്ത്തി രക്ഷപ്പെട്ടു. എന്നാൽ അന്നേരം തന്നെ മുറപ്പെണ്ണ് ആളുകളെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായി. സോ ഹീറോയിന് രക്ഷപ്പെടാനേ കഴിഞ്ഞില്ല. എന്നാൽ കറക്റ്റ് ടൈമിലായിരിക്കും ഹീറോയുടെ ആൾക്കാരെത്തിയത്. അവരെ അടിച്ചു വീഴ്ത്തി ഹീറോയിനെ രക്ഷപ്പെടുത്തുന്നു. ഇത് കണ്ട് ദേഷ്യം കയറിയ മുറപ്പെണ്ണ് ഒരു വടിയുമായി അടിക്കാനേ വന്നതും അത് കണ്ട് ഹീറോയിനാകും അടികൊള്ളുക. അവളുടെ ബോധം പോയപ്പോൾ ഹീറോയിന്റെ വായിൽ നിന്ന് ഞാൻ നിന്നെ കണ്ടെത്തി വേഗം വാ എന്ന് പറഞ്ഞ് ഹീറോയുടെ പേര് വിളിക്കുമ്പോൾ ഇവനൊന്ന് ഷോക്കായി. ശേഷം ഹോസ്പിറ്റലിൽ എന്നിരുന്നാലും അവൾക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല. അപ്പോഴാണ് അവൻ അവളുടെ കാലിലെ പാടും ബോധം പോയപ്പോൾ സമയത്ത് അവൾ പറഞ്ഞ വാക്കുമൊക്കെ ചേർത്ത് നോക്കുമ്പോൾ അന്ന് തന്നെ രക്ഷിച്ച പെൺകുട്ടി ഇവൾ തന്നെയാണെന്ന് മനസ്സിലാകുകയാണ്. പക്ഷെ അവൾ പണ്ടത്തെ കാര്യങ്ങളെല്ലാം മറന്നുപോയി. എന്നെയും പെട്ടെന്നാകും ഹീറോയിൻ പേടിക്കുന്നത്. കുട്ടിക്കാലത്ത് അവളുടെ അമ്മ മുറപ്പെണ്ണിന്റെ അമ്മയുമായി ഫ്രണ്ട്സാണ്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അവളുടെ പാരൻസ് മരിച്ചു പോയതിനാൽ അവളെ ദത്തെടുത്താണ് മുറപ്പെണ്ണിന്റെ അമ്മ നോക്കിയത്. എന്നാൽ സ്വത്തുകൾ മോഹിച്ച് മുറപ്പെണ്ണിന്റെ അമ്മ അവളെ ഒരാൾക്ക് വിറ്റു. ഇതെല്ലാം ഓർത്ത് പേടിച്ചവൾ പെട്ടെന്ന് കണ്ണു തുറക്കുകയാണ്. മുറപ്പെണ്ണിന്റെ അമ്മ ഏതോ ക്രിമിനലിന് നൽകിയെന്നും അവളുടെ പഴയ ഓർമ്മകൾ തിരികെ കിട്ടി. പക്ഷെ ഒരു പയ്യനെ രക്ഷിച്ചായിട്ട് അവൾക്ക് ഓർമ്മയില്ല. ഹീറോ തന്നെ മനസ്സിലായെന്ന് കരുതി എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ബോസും അതുപോലെ തന്നെ കോൺട്രാക്ട് ഭർത്താവല്ലേ, വേറൊന്നും ഓർമ്മയില്ലേ? അപ്പോൾ ഒരു ആൺകുട്ടിയെ രക്ഷിച്ചതോ? അപ്പോൾ അവൾ അത് ഓർക്കുന്നതില്ല. നിനക്കെങ്ങനെ അറിയാം ഞാനൊരു ആൺകുട്ടിയെ രക്ഷിച്ചത്? തലയിലന്ന് അടി കിട്ടിയത് കൊണ്ട് എല്ലാം മറന്നുപോയി. അതിനാൽ ഹീറോ പിന്നൊന്നും അവളോട് ചോദിക്കാനും പോയില്ല. അവൻ തേടിയ വള്ളി തന്നെ അവൻ്റെ കാലിൽ കിട്ടിയതുകൊണ്ട് തന്നെ അവന് സന്തോഷമാവുകയാണ്.